PV അൻവറിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് CPIM സംസ്ഥാന സമിതി. പിടിക്കുന്ന വോട്ട് കുറച്ചു കാണിക്കാൻ കീഴ്ഘടകങ്ങൾ തുടക്കം മുതൽ ശ്രമിച്ചു. അതുകൊണ്ട് കാര്യമായ പ്രചാരണം അൻവറിനെതിരെ നടത്താൻ കഴിഞ്ഞില്ല എന്നുകൂടി യോഗം വിലയിരുത്തുന്നു. അൻവർ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ പിടിച്ചു. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ അധികവും കിട്ടിയത് അൻവറിനെന്നാണ് വിലയിരുത്തൽ. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, അപ്പോ CPIM-നും ബോധ്യപ്പെടുകയാണോ അൻവർ ഫാക്ടർ ഉണ്ടെന്ന്? റോഷ്നി, കഴിഞ്ഞ ദിവസം ചേർന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും PV അൻവറിനെ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയിരുന്നു. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലും സമാന തരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടായത്. PV അൻവർ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്ന് പാർട്ടിക്ക് ഒരു ഘട്ടത്തിലും കണക്കുകൂട്ടാൻ പറ്റിയില്ല. 5000 വോട്ടൊക്കെ പിടിക്കുമെന്നാണ് കീഴ്ഘടകങ്ങളിൽ നിന്ന് തുടക്കം മുതൽ പറഞ്ഞത്. എന്തിനാണ് PV അൻവറിന്റെ സ്വാധീനം കുറച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ PV അൻവർ ഇത്രയധികം വോട്ട് പിടിക്കുമെങ്കിൽ അത് പിടിക്കും എന്ന് പറയാൻ കീഴ്ഘടകങ്ങൾക്ക് കഴിയാതിരുന്നത്? അത് വലിയ പരാജയമായി പോയി. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചത് എന്ന നിഗമനത്തിലാണ് സംസ്ഥാന കമ്മിറ്റി എത്തിയത്. കാരണം PV അൻവർ ഇത്രയധികം വോട്ട് പിടിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ അൻവറിനെതിരെ ആ തരത്തിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് നടത്താമായിരുന്നു. ഇത് അൻവറിനെ ഒരു തരത്തിലും ഗൗനിക്കാതെ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് 20,000-ഓളം വോട്ടുകൾ പിടിച്ചത് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ കൂടി അൻവർ സമാഹരിക്കുകയും ചെയ്തു. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ട് എന്നത് നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. ആ വോട്ട് സാധാരണഗതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടായിരുന്നു. പക്ഷേ അത് PV അൻവറിനാണ് പോയത്. ഇത് പരാജയത്തിന്റെ കാരണം കൂടിയാണ് എന്നാണ് സംസ്ഥാന സമിതി വിലയിരുത്തിയത്. ഇന്നും സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. റോഷ്നി, റഹീസ്, CPIM-നെ സംബന്ധിച്ച് അൻവർ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുമ്പോഴും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ തുടർച്ചയായി കൂരമ്പുകൾ തൊടുക്കുമ്പോഴും CPIM ആദ്യഘട്ടത്തിൽ അതിനെ വിമർശിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ തീരുമാനിച്ചു ഇനിയിപ്പോൾ ഇതിലൊന്നും തിരിച്ചു പറയേണ്ട, അൻവറിനെ അങ്ങ് ഒഴിവാക്കി കളയാമെന്ന്. അത് തിരിച്ചടിയായെന്ന് ബോധ്യപ്പെടുകയാണോ പൂർണ്ണാർത്ഥത്തിൽ? അത് തന്നെയാണ് പൂർണ്ണാർത്ഥത്തിൽ CPIM-ന്റെ സംസ്ഥാന സമിതിക്ക് ബോധ്യപ്പെട്ടത്. തുടക്കത്തിൽ അൻവർ ഒരു എതിരാളിയായി വരും എന്ന തരത്തിൽ തന്നെ CPIM കാര്യങ്ങൾ കാണുകയും അൻവറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ മറ്റും നടത്തുകയും ചെയ്തു. പിന്നീട് UDF-മായി PV അൻവർ ഇടഞ്ഞു. VD സതീശനെതിരെ രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിൽ പഴയ കോൺഗ്രസുകാരൻ കൂടിയായ അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ അധികവും UDF-ന്റെ വോട്ടായിരിക്കും. അത് ലീഗ് വോട്ടിൽ വിള്ളൽ വീഴ്ത്തും. ആര്യാടൻ ഷൗക്കത്തിനെതിരെ, പ്രത്യേകിച്ച് VV പ്രകാശ് എന്ന് പറയുന്ന മുൻ സ്ഥാനാർത്ഥിയുടെ മക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അൻവറിന് അനുകൂലമാണ്. അതായത് ഷൗക്കത്തിനെതിരാണ്. സ്വാഭാവികമായും നിലവിലുള്ള കോൺഗ്രസുകാർ മുൻ കോൺഗ്രസുകാരനായ PV അൻവറിന് വോട്ട് ചെയ്യും എന്നതൊക്കെയായിരുന്നു പാർട്ടി കരുതിയിരുന്നത്. ഏറ്റവും കൂടിപ്പോയാൽ ഒരു 7500 വോട്ട് എന്നതായിരുന്നു നേതാക്കളോട് നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും ആ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ടി കണക്കനുസരിച്ച് 5000 വോട്ടായിരുന്നു PV അൻവറിന് പരമാവധി കിട്ടുന്നത്. പക്ഷേ എല്ലാ റൗണ്ടിലും 1000-ലധികം വോട്ടുകൾ പിടിച്ച് PV അൻവർ വലിയ മുന്നേറ്റം കാണിച്ചു. ഈ വലിയ മുന്നേറ്റം കാണിച്ചപ്പോൾ പാർട്ടിക്ക് സംഭവിച്ചത്, ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ട് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടായിരുന്നു. അത് കിട്ടിയില്ല. PV അൻവർ ആണെങ്കിൽ ഒരേ സമയം UDF-നെതിരെ പ്രചരണം നടത്തുന്നത് പോലെ തന്നെ അവസാന റൗണ്ട് എത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രചാരണ രംഗത്തേക്ക് വന്നു. പക്ഷെ ഇത് ഗൗനിക്കേണ്ട, അൻവർ ഒരു കാര്യമില്ല എന്ന ചിന്തയിൽ പാർട്ടി അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. പക്ഷെ അത് മറുപടി പറഞ്ഞ് അൻവറിനെ കൃത്യമായി പൊളിച്ച് കാണിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ CPIM നടത്തുകയായിരുന്നെങ്കിൽ ഇത്രയധികം വോട്ട് അൻവർ പിടിക്കില്ലായിരുന്നുവെന്നും, സ്വരാജ് വിജയിച്ചില്ലെങ്കിൽ പോലും 5000-ൽ താഴെ വോട്ടിന് മാത്രമേ ഷൗക്കത്ത് വിജയിക്കുമായിരുന്നുള്ളൂ എന്ന നിഗമനത്തിലാണ് സംസ്ഥാന കമ്മിറ്റി എത്തുന്നത്. ഓക്കെ, എന്തായാലും CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ഈ വിലയിരുത്തൽ എന്തായാലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം